ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന്. ഇന്നത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ കണ്ടൻസ് ആണ് ഇട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആ കമൻറ്റ് അനുസരിച്ചിട്ടുള്ള വീഡിയോസും കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ ഞാൻ അതിൽ തന്നെ റീപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ വിചാരിച്ചു കമൻറ്റ്സ് ഒരുപാടുണ്ട്. സോ ആ കമൻറ്റ്സ് മൊത്തം വായിച്ചിട്ട് അതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഒരു റിപ്ലൈ വീഡിയോ ആയിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ അധികം ലാഗ് ആക്കണില്ല. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് തന്നെ നമുക്ക് വായിക്കാം. അനിരുദ്ധ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രോ ആണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. അവനക്ക് സെൻസറിലാണ് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുള്ളത്. പിന്നെ AC വർക്ക് ഫുള്ള് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ബീഡിങ് ഹോൾ ചേഞ്ച് ചെയ്തു. ബീഡിങ് ഒക്കെ എന്താ വില എന്നാണ് പുള്ളി കമൻറ്റ് ഇട്ടേക്കുന്നത്. അതുപോലെ സ്റ്റിയറിംഗ് ബോക്സ്, പവർ വിൻഡോ കാര്യങ്ങൾ, സസ്പെൻഷൻ ബുഷസ്, ഓൾമോസ്റ്റ് സസ്പെൻഷൻ എല്ലാം കൂടെ മെക്കാനിക്കൽ എല്ലാം കൂടെ ആയിട്ട് എനിക്കൊരു 50K റേറ്റ് ആയിട്ടെന്നാണ് കമൻറ്റ് ഇട്ടേക്കണത്. ശരിയാണത്. നമ്മുടെ സിവിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പണി എന്നുള്ള ലെവലിൽ നമ്മൾ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസ് ആവും. ഈ പറഞ്ഞ പോലെ 50,000, 60,000, 70,000. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി നമ്മൾ കളറ് മാറ്റുന്നതിനേക്കാളും മുന്നേ, അതായത് റെഡിൽ നിന്ന് നമ്മൾ ബ്ലാക്ക് ആക്കണേക്കാളും മുന്നേ ഫുള്ള് എൻജിൻ ഇറക്കിയിട്ട് നമ്മൾ ഉള്ള കംപ്ലയിൻറ്റ്സ് മൊത്തം മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്യാസ് കിറ്റുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഗ്യാസ് കിറ്റ് ഫുള്ള് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻജിൻ മൊത്തം ഇറക്കി. പിന്നെ സ്റ്റിയറിംഗ് ബോക്സ് പണിയെടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ ക്ലച്ചും പണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഴക്കമായതിൻ്റെ പേരിൽ വീൽ ബാരിങ്ങുകളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏകദേശം അറൗണ്ട് ഒരു 70,000 അടുപ്പിച്ചിട്ട് എനിക്ക് മെക്കാനിക്കൽ വർക്ക് മാത്രം അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അങ്ങനെ പണിയെടുത്തുകൊണ്ട് എന്താ കാര്യം ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടറ മോൾക്ക് നമുക്ക് വലിയ കാര്യമായിട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പിന്നെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ക്ലച്ച് മാറ്റിയതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ബ്രേക്ക് പാഡും ഞാൻ അന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ അതിന് ശേഷം പിന്നെ വേറെ മാറ്റിയിട്ടില്ല. സോ സിവിക്ക് നമുക്ക് ഇതേപോലെ ഫുൾ പണിക്ക് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ഒരു വണ്ടി വർക്ക് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വണ്ടി വർക്ക് ഇടിപ്പിച്ചതും വരുമ്പോൾ ഭയങ്കര മോശമായിരുന്നു വണ്ടിയുടെ കണ്ടീഷൻ. വണ്ടി ഫുള്ള് നമ്മൾ റീസ്റ്റോർ ചെയ്തു, ഫുള്ള് പാർട്സ് മാറ്റി. അതിൻ്റെ മെക്കാനിക്കൽ വർക്ക് മാത്രം ഏകദേശം 56,000 രൂപയോളം ഞാൻ ബില്ലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. സോ സിവിക്ക് മെക്കാനിക്കൽ വർക്ക്സ് വരുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതാണ് പുള്ളി കമൻറ്റ് ഇട്ടേക്കണത്. പിന്നെ മൈലേജ് പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട് 6 to 7 എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ കാര്യം നമുക്ക് പറയാം. എൻ്റെ വണ്ടിയിൽ ഏകദേശം 8 to 10 നമുക്ക് കുഴപ്പമില്ലാതെ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഡ്രൈവ് ചെയ്യണത്, ഓരോരുത്തർ ഡ്രൈവ് അനുസരിച്ചിട്ടാണ് മൈലേജിൻ്റെ കാര്യം. പിന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല. അത് ആക്ച്വലി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പിള്ളേർ അത് നോട്ടീസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രോ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് 2-3 കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലച്ച് മാറ്റാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്ത് വണ്ടി എടുത്ത് വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് ക്ലിയർ ആക്കണം. വണ്ടി പൊളിയാണ് ബ്രോ, സീൻ ലുക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സീൻ താങ്ക്സ് ബ്രോ, ഒരുപാട് സന്തോഷം. നമുക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ സീൻ ലുക്കാണ്, അടിപൊളിയാണെന്ന് പറയുന്നേക്കാം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രണ്ട് സ്കേർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഫ്രണ്ട് സ്കേർട്ട് ഞാൻ അടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കൺസെപ്റ്റിലോട്ടാണ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് സ്കേർട്ട് ഞാൻ ആലോചിക്കുന്നത്. അതായത് ആരത്തില്ലാത്തൊരു കൺസെപ്റ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ലുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ഞാൻ ഫ്രണ്ട് സ്കേർട്ടും ഇടും. ഞാൻ സ്പോയിലർ മാറ്റിയിട്ട് ലിപ് സ്പോയിലർ അല്ലെങ്കിൽ മ്യൂഗൺ സ്പോയിലർ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി മ്യൂഗൺ സ്പോയിലർ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. ഈ ജെ സ്പോയിലർ പിന്നെ വലിയ സ്പോയിലറുണ്ട്, ജെസ് റേസിങ്ങിൻ്റെ സ്പോയിലറിനേക്കാളും കുറച്ചും കൂടെ വലിയ സ്പോയിലർ വരുന്നുണ്ട്. അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. അതിൽക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ചെറിയ പ്ലാന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം, നമുക്ക് വഴിയെ നോക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ലിപ് സ്പോയിലർ പോലെ ഡക്ക് സ്പോയിലർ വരുന്നുണ്ട്. ഡക്ക് അതായത് സ്പോയിലർ അല്ലാതെ ഡിക്കിയോട് ചേർന്നിട്ട് ഡക്കിൻ്റെ ഒരു ഇങ്ങനെ വാല് പോലെ, താറാവിൻ്റെ വാല് പോലെ ഒരു സംഭവം വരുന്നുണ്ട്. അത് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. യൂസ്ഫുൾ വീഡിയോ ബ്രോ, താങ്ക് യു. പിന്നെ ഒരു കമൻറ്റ് ഇട്ടുള്ളത് ഹോണ്ട സിറ്റി ടൈപ്പ് 2ൻ്റെ ഇതുപോലൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സംഭവം ടൈപ്പ് 2ൻ്റെ വീഡിയോ ഇടാം. എനിക്ക്, അതായത് ഞാൻ ടൈപ്പ് 2 വണ്ടി യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ മെയിൻ്റനൻസോ കാര്യങ്ങളോ അറിയില്ല. സോ അതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്തുണ്ട് ടൈപ്പ് 2 സിറ്റി. സോ അവരുടെ ആരെങ്കിലും വിളിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാം. ഇപ്പം ഉണ്ടാവില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് നൈറ്റ് ഞാൻ ദുബായ് പോവാം. സോ ഒരു മാസം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് 2006 മോഡൽ സിവിക്കാണ്, 19 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഗ്രാൻഡ് ഫാദർ മേടിച്ചതാണ്, ഇപ്പോഴും വണ്ടിയുടെ പെർഫോമൻസ് റിലയബിലിറ്റി പറയാൻ വാക്കുകളില്ല,
3,97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി എന്നാണ് ആ ബ്രോ പറയുന്നത്. പിന്നെ നെക്സോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു 2022. അത് കഴിഞ്ഞ ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ടാണ് ബ്രോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. 19 വർഷം ഓൾഡ് 4 ലാക്ക് ആവാറായി എൻ്റെ സിവിക്ക്, ഇതുവരെ ബ്രേക്ക് ഡൗൺ ആയി കിടന്നിട്ടില്ല. സിവിക്ക് ഇനി ഒരിക്കലും കെടുക്കില്ല, അതൊരു ജെമ്മാണ്. യൂസ് ചെയ്തവർക്ക് അറിയാം. ശരിയാണ് കേട്ടോ, സിവിക്ക് വേറെ തന്നെ ഒരു മൂഡാണ്, വേറെ തന്നെ ഒരു ഫീലാണ് ഈ സിവിക്ക് ഓടിക്കാനും കൊണ്ടു നടക്കാനും യൂസ് ചെയ്യാനും എല്ലാം. ബ്രോ വണ്ടി വാഷ് ചെയ്യണ വീഡിയോ എപ്പോഴും വേണം. ഞാൻ ആക്ച്വലി വാഷ് ചെയ്യുന്നുണ്ട് എങ്ങനെയും വീഡിയോസ് എടുക്കാൻ ഇറങ്ങുമ്പോഴോ എവിടേക്കും പോകുമ്പോഴൊക്കെ. പക്ഷെ അത് ഇടാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി അത് ഇടാത്ത കേട്ടോ. ഇനി എന്തായാലും ഇൻഷാല്ലാ ഇടാം. ഡ്രൈവ് വീഡിയോ നമുക്ക് വരാം, ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇനി നമുക്ക് സിവിക്കിൻ്റെ ഉണ്ടാവില്ല, ഇനി നെക്സ്റ്റ് വീഡിയോസ് നമ്മുടെ ദുബൈയിലുള്ള നമ്മുടെ വണ്ടികളുടെ വീഡിയോസ് ആയിരിക്കും. എനിക്കൊരു വിഷയം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ കമൻറ്റ് ഇട്ടിട്ടുണ്ട് സിവിക്കിൻ്റെ. പിന്നെ സർവീസ് മാത്രം, ഒരു പാർട്സ് പോലും മാറ്റേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതങ്ങനെ യൂസ് ചെയ്യണതുകൊണ്ടാണ് കേട്ടോ ആക്ച്വലി ഒരു പാർട്സ് പോലും മാറ്റാതെ സർവീസിലൂടെ മാത്രം കൊണ്ടുപോകുന്നത്, അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബ്രാൻഡ് ചോദിച്ചിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റ് ആക്ച്വലി പസാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ്, തൈവാനിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു ഹെഡ്ലൈറ്റാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ബെൻസിൻ്റെ മെയിൻ്റനൻസ് ചോദിച്ചിട്ട് വീഡിയോ ഇടുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ബെൻസ് നമ്മൾ സെയിലാക്കി. അതുപോലെ തന്നെ വേറൊരു ബ്രോ ചോദിച്ചിട്ടുണ്ട് ബെൻസ് എവിടെ, ബെൻസിൻ്റെ വീഡിയോ ഇടും, ബെൻസ് കൂടെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ബെൻസ് ആക്ച്വലി നമ്മൾ സെയിലാക്കിയിട്ട് ഏകദേശം ഒരു 4 മാസത്തോളമായി. ഞാൻ ഈ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ മെയിൻ്റനൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എക്സ്പെൻസ് എനിക്ക് ബെൻസിൻ്റെ മുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. സർവീസിൻ്റെ മാത്രമല്ല, സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര വലിയ കോസ്റ്റ് വരുന്നില്ല, നമുക്കൊരു 15,000 അടുപ്പിച്ചിട്ടാണ് ഫുൾ സർവീസ് കോസ്റ്റ് നമുക്ക് വരുള്ളൂ. പക്ഷേ പാർട്സ് ഉണ്ടല്ലോ, പാർട്സ് ഒരു രക്ഷയില്ല. എയർമാറ്റിക്കിൻ്റെ മുകളിൽ നല്ല പൈസ ഇറങ്ങിക്ക്. ഞാൻ ആ എയർ സസ്പെൻഷൻ ചെയ്ത് ഏകദേശം 3 സംതിങ് അങ്ങനെ എന്തോ ആയിട്ടുണ്ട് എല്ലാം ടോട്ടൽ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ. പിന്നെ ഓരോരോ പാർട്സ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരും. ഈ പഴക്കമുള്ള വണ്ടി ആകുമ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കാരണം വണ്ടി 2012 മോഡലായിരുന്നു. ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് എന്തായാലും വന്നുകൊണ്ടിരിക്കും. ഓരോ പാർട്സ് മാറ്റുമ്പോൾ ഓരോ പാർട്സിന് ഭയങ്കര എക്സ്പെൻസാണ്. ബെൻസ് BMW പോലുള്ള വണ്ടികളൊക്കെ പാർട്സിന് ഭയങ്കര എക്സ്പെൻസാണ് കേട്ടോ. സോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് എക്സ്പെൻസ് അതിൻ്റെ മുകളിൽ, ബെൻസിൻ്റെ മുകളിൽ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആരും എന്താ സിവിക്ക് 10th ജെൻ വാങ്ങി ടൈപ്പ് ആർ കൺവേർട്ട് ചെയ്യാത്തത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ എക്സ്പെൻസ്. ഓഫ് കോഴ്സ് എക്സ്പെൻസ് കൊണ്ടാണ്. കാരണം ആ 10th ജെൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരുന്നു. ഇപ്പോൾ ഈ സിവിക്ക് എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിവിക്കാണ്. ചെറിയ പേയ്മെൻറ്റ്, അതായത് 2006 2007 മോഡലൊക്കെ ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഉള്ളിലൊക്കെ സ്റ്റോക്ക് വണ്ടി കിട്ടും. അതെടുത്ത് ഇതേപോലെ പാർട്സ് കയറ്റി പണിയാണെന്നുണ്ടെങ്കിൽ വലിയ എക്സ്പെൻസ് ആവില്ല. ഒരു 5 lakhs അടുപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത് ഇറക്കാം. പിന്നെ പാർട്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട്, പാർട്സിൻ്റെ ഇതനുസരിച്ചിട്ട് വ്യത്യാസം, ബ്രാൻഡ് അനുസരിച്ചിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. ഓരോരുത്തർ പണിയണ പോലെ ഇരിക്കും അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും. 5 lakhs ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയാക്കി മുഞ്ചാക്കിയിട്ട് ഇറക്കാം. അപ്പോൾ അത്രയും എക്സ്പെൻസ് വരുന്നതുകൊണ്ടാണ് ഈ 10th ജെന്ന് ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും കാണാത്തത്. പക്ഷേ വണ്ടികളുണ്ട് കേട്ടോ, ഒരുപാട് പേര് 10th ജെൻ എടുത്തിട്ട്. ഇപ്പോൾ ഞാൻ സിബിയുടെ വർക്ക്ഷോപ്പിൽ മുന്നത്തെ വീഡിയോയിൽ ഞാൻ വർക്ക്ഷോപ്പിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ലിഫ്റ്റിലൊരു സിവിക്ക് എടുക്കുന്നുണ്ടല്ലോ, 10th ജെൻ ആയിരുന്നു ആ സിവിക്ക് എടുക്കുന്നുണ്ടായിരുന്നത്. അത് ടൈപ്പ് ആറിലേക്ക് കൺവേർട്ട് ചെയ്ത സിവിക്കാണ്. ഞാൻ നോക്കട്ടെ അതിൻ്റെ വീഡിയോ ഇനി ഇൻഷാല്ലാ നാട്ടിൽ വന്നിട്ട് ഇടാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അത്രയും എക്സ്പെൻസ് വരുന്നതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും വരാത്തത്. പക്ഷേ ചെയ്തവരുണ്ട് കേട്ടോ, ചെയ്ത ഇഷ്ടംപോലെ വണ്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. 6 month അല്ലെങ്കിൽ ഇയർലി നാട്ടിൽ വരുന്നൊരു പ്രവാസി നിർത്തിയിടുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലയിൻറ്റ്സ് പ്ലീസ് എക്സ്പ്ലെയിൻ. അപ്പോൾ ഇതേപോലെ നിർത്തിയിട്ടിട്ട് വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യേണ്ടത് ഓയിൽ ചെക്ക് ചെയ്യണം. ഓയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ ചെക്ക് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യണം. കളർ ചേഞ്ച് ഉണ്ടോ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. കളർ ചേഞ്ചും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യണം. പിന്നെ എയർ ചെക്ക് ചെയ്യണം, ടയറിലുള്ള എയർ ചെക്ക് ചെയ്യണം എടുക്കുമ്പോൾ. അത് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പിന്നെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പക്ഷെ എന്നാലും ചിലപ്പോൾ നോക്കുമ്പോൾ എയർ ഉള്ള പോലെ തോന്നും, പക്ഷേ കെടുന്നതിൻ്റെ ആ ഒരു എയർ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എയർ ചെക്ക് ചെയ്യുക, പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക, പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യുക, പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷം മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുക, എവിടെയെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ വണ്ടി ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെശകുണ്ടോ. അപ്പോൾ അത് വരിക, വണ്ടി എടുക്കുക, നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. പിന്നെ ചില സൗണ്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിടന്നതിൻ്റെ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ചിലതാണെന്നുണ്ടെങ്കിൽ പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. ഇതിൻ്റെ എല്ലാം കോസ്റ്റും കൂടെ ഒപ്പം പറയാനും. കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലച്ച് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ക്ലച്ചിൻ്റെ കോസ്റ്റും ക്ലച്ച് മാറ്റാനുള്ള കോസ്റ്റും ഏകദേശം ഒരു 8-9 രൂപയുടെ ഉള്ളിൽ വരും. ഞാൻ സ്റ്റിയറിംഗ് വീലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീകണ്ടീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 6-7-8 രൂപയുടെ ഉള്ളിൽ വരും. പിന്നെ അതിൻ്റെ തിജാരി, അതായത് കോപ്പിയൊക്കെ സ്റ്റിയറിംഗ് ബോക്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 രൂപ അടുപ്പിച്ച് വരും. ഒറിജിനലൊക്കെ ആണെങ്കിൽ നല്ല പ്രൈസ് വരും.
ഏകദേശം 80 രൂപ, കമ്പനി സാധനം ഒരു 80 രൂപയുടെ അടുത്ത് നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിന് പ്രൈസ് വരും. ബാക്കിയുള്ള പാർട്സും ഇതേപോലെ തന്നെ ഒറിജിനൽ പാർട്സിന് റേറ്റ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബ്രേക്ക് പാഡ്സൊക്കെ നോർമലാണ്, നോർമൽ വണ്ടിയുടെ ബ്രേക്ക് പാഡ്സ് പോലെയാണ്. പിന്നെ അപ്ഗ്രേഡ് ചെയ്യണവർക്കൊക്കെ അതിനനുസരിച്ച് ബ്രേക്ക് പാഡ്സും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് വരും. പിന്നെ എയർ സസ്പെൻഷൻ ലീഗലാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആക്ച്വലി എയർ സസ്പെൻഷൻ ലീഗലല്ല, നമ്മുടെ നാട്ടിൽ അതിന് ഒന്നും ലീഗലല്ല. വീൽസ് ലീഗലല്ല, എയർ സസ്പെൻഷൻ ലീഗലല്ല, കൂളിംഗ് ലീഗലല്ല, ഒരുപാട് പവറുള്ള ഹെഡ്ലൈറ്റ്സ് ലീഗലല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വണ്ടീനെ ഇഷ്ടമുള്ള ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് കിട്ടും നമുക്ക്. അവർ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, നമ്മുടെ നിയമം എങ്ങനെ ആയിപ്പോയി, സോ അതിനനുസരിച്ച് നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചിലവരാണെന്നുണ്ടെങ്കിൽ വണ്ടി കണ്ടിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ലൈക്കായിട്ട് ഫോട്ടോസ് എടുക്കുക, അങ്ങനെ കാര്യങ്ങൾ. ചിലവർ ഭയങ്കര ഇതിൽ, അതായത് അപൂർവം ഒരു 100-ൽ ഒരു 2-3% ആൾക്കാരായിരിക്കും ഭയങ്കര ഒരു വേറൊരു സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും. അവരൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമൊക്കെ കൂട്ടാം. അപ്പോൾ അതുപോലെയാണ്. ആക്ച്വലി ഒന്നും ലീഗലല്ല, നമ്മൾ മോഡിഫൈ ചെയ്തതിന് ഒന്നും ലീഗലല്ല ആക്ച്വലി നമ്മുടെ നാട്ടിൽ. പിന്നെ നൈറ്റ് ഡ്രൈവിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. നൈറ്റ് ഡ്രൈവിൻ്റെ വീഡിയോ ഇടാം ഇൻഷാ അള്ളാ. വണ്ടി ഏത് സർവീസ് സെൻ്ററിലാണ് പണിയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി മെക്കാനിക്കൽ വർക്ക്സ് എല്ലാം നമ്മുടെ മെക്ട്രൻസിലാണ് ചെയ്യിപ്പിക്കാറ്, നമ്മുടെ സിബിആറിൻ്റെ അടുത്ത്. അതിന് മുന്നേ സിബിആറിൻ്റെ അടുത്ത് പോണേക്കാളും മുന്നേ നമ്മുടെ ചെറുതുരുത്തി ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ചെയ്യിപ്പിച്ചായിരുന്നത്. പിന്നെ ഫുൾ വർക്ക് എടുപ്പിച്ചത്, നമ്മുടെ എഞ്ചിൻ്റെ ഫുൾ വർക്ക് എടുപ്പിച്ചത് നമ്മുടെ കുറേ മുന്നേ ഒരു റെഡ് സിവിക്കായിട്ട് നമ്മുടെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഡെബിൻ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആ മറ്റേ വണ്ടി മൊത്തം ലൈറ്റ് ഒട്ടിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടിട്ടുണ്ടാവും ഡെബി എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ സിവിക്ക് ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ പേജിൽ, നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവൻ ഫുൾ വർക്ക് എടുത്തതാണ്. ഇതിൻ്റെ ഫുൾ എഞ്ചിൻ ഇറക്കി ഫുള്ള് എഞ്ചിനും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ. ഹെഡ് ഗ്യാസ്കിറ്റ് എല്ലാം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി വണ്ടർ പാർട്സ് സിവിക്കിൻ്റെ എല്ലാ പാർട്സും അവൈലബിൾ ആണ്, പക്ഷേ എക്സ്പെൻസ് ആണ്. ചിലയിടത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ വരുത്തിയിട്ടൊക്കെ വേണ്ടി വരും. ബീഡിങ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും സ്റ്റോക്ക് ഉണ്ടാവില്ല, വരുത്തിയിട്ടൊക്കെ വേണ്ട ഒരു ബീഡിങ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഗ്യാസ് കിറ്റ് ഫുൾ കിറ്റ് കിട്ടും. അറൗണ്ട് ഒരു 13,000-14,000 ഉള്ളിൽ ഫുൾ ഗ്യാസ് കിറ്റ് ഫുൾ പാക്കറ്റ് വരുന്നുണ്ട്. ആ പാക്കറ്റ് മൊത്തം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത പാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ടിൻ്റെ എത്രയും ചോദിക്കുന്നുണ്ട്. ടിൻ്റെ ആക്ച്വലി ഞാൻ അങ്ങനെ പെർസെൻറ്റേജ് നോക്കി അടിച്ചതല്ല, ഞാൻ അടിക്കുമ്പോൾ പറയാറ് ഞാൻ ഫുൾ ഡാർക്ക് അടിച്ചോ എന്നാണ് പറയാറ്. കാരണം വണ്ടിക്ക് അതാണ് വൃത്തി. ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും കൂളിങ് പക്ക ബ്ലാക്ക് ആയിട്ട് കിടക്കണം, അതാണ് അതിൻ്റെ വൃത്തി. പിന്നെ ഒരു കമൻറ്റ് കണ്ടത്, ബ്രോ പേടിയില്ലേ വണ്ടി ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ, പോലീസ് പിടിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പോലീസ് അങ്ങനെ വലിയ, ഞാൻ പറഞ്ഞില്ലേ, വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആരും ഒന്നും ചെയ്യില്ല. പിന്നെ നമ്മളങ്ങനെ അലമ്പാക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടേതായ ലെവലിൽ നമ്മുടെ ഡെയിലി യൂസ് എന്നുള്ള ലെവലിൽ സിമ്പിളായിട്ട് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ, കുറേ പൊട്ടിച്ച് അലമ്പാക്കാതെ, ആരെയും വെറുപ്പിക്കാതെ കൊണ്ടു നടക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും വരില്ല. അപ്പോൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളതെല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് പിടിച്ചിട്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആക്കുക. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക, വണ്ടി കണ്ടു കഴിഞ്ഞാൽ നോർമൽ എന്നുള്ള ലെവലിൽ ഇത് വിടും. അങ്ങനെയുള്ള ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി പണിതു എന്ന് വിചാരിച്ച് നമുക്ക് വീട്ടിലിടണമെന്നില്ല, നമ്മൾ വണ്ടിയായിട്ട് നടക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് അത്ര ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ പണിത്. അപ്പോൾ വീട്ടിലിടാനല്ല, നമ്മളതായിട്ട് ഇങ്ങനെ നടക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് അത്ര വലിയ കുറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. പിന്നെ നമ്മുടെ നാട്ടിലങ്ങനെ ആയിപ്പോയി, എന്ത് പറയാനാ. അങ്ങനെ അപ്പോൾ ഇത്രയും കമൻസും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഞങ്ങളെ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസിനായി ഇതേപോലെ കമൻറ്റും കാര്യങ്ങളും ഇടാം. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ദുബായി പോകും. ഇനി അങ്ങോട്ട് ഉള്ളത് ദുബൈയിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആവും. സോഡ, മസ്താങ്, ഡിഫൻഡർ, ഇക്യുബി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെയും പിന്നെ അവിടെയുള്ള ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏത് വണ്ടിയുടെ വീഡിയോസോ വേണ്ടി വെച്ചാൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കണക്ഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.